ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് എന്തായിരുന്നു? ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബണിൽ ഫസ്റ്റ് ഏതായിരുന്നു? ആൽക്കെയിൻ. സെക്കൻഡ് എന്തായിരുന്നു? ആൽക്കീൻ. തേർഡ് എന്തായിരുന്നു? ആൽക്കൈൻ. അതില് ഫസ്റ്റ് ഹൈഡ്രോ കാർബൺ ആൽക്കെയിൻ. ആൽക്കെയിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ കണ്ടെയ്നിങ് സിംഗിൾ ബോണ്ടഡ് കാർബൺ. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ജനറൽ ഫോർമുല. വെരി ഗുഡ്. CnH2n+2. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ സ്ട്രക്ചർ എഴുതി, ഐസോമർസ് ഒക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ വിവേക് എന്തായിരുന്നു മോനെ? 3 ഹെഡിങ്. ഫ്രം ആൽക്കീൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. സെക്കൻഡ് എന്തായിരുന്നു? ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. അതിലെന്തൊക്കെയായിരുന്നു? റൂട്ട്സ് റിയാക്ഷൻ, ഡിക് അല്ലെ, റൂട്ട്സ് റിയാക്ഷൻ ഒക്കെ വന്നു അല്ലെ, ഓർത്തു. അത് കഴിഞ്ഞിട്ട് ഫ്രം കാർബോക്സിലിക് ആസിഡ്. അതിലാണ് ഡീകാർബോക്സിലേഷൻ, കോൾബ്സ് ഇലക്ട്രോളിസിസ് അല്ലെ. ഇത്രയാണ് ആൽക്കെയിൻ എന്ന് പറയുന്നതിന്റെ പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു? ആക്ച്വലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. അത് കഴിഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. അത് കഴിഞ്ഞാൽ ആൽക്കീൻ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെ നമ്മൾ എടുത്തത്. ലാസ്റ്റ് ക്ലാസ്, ഇത് 2 ക്ലാസ് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? ആൽക്കീൻ ആണ്. ആൽക്കീന്റെ എന്തൊക്കെയാ എടുത്തത്? പ്രിപ്പറേഷൻ എടുത്തു അല്ലെ. പ്രിപ്പറേഷൻ ഏതൊക്കെയായിരുന്നു ഒന്ന് ഓർത്ത് വെച്ചേ. ആൽക്കീന്റെ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കൈൻ. വെരി ഗുഡ്. സെക്കൻഡ് എന്തായിരുന്നു? വിസ്നൽ ഡൈഹാലൈഡ്. തേർഡ് എന്തായിരുന്നു? അല്ലെ, ആസിഡ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. അടുത്ത എന്തായിരുന്നു? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ അല്ലെ, ഓർത്ത് നോക്കാം. അവിടെ അതിനു മുമ്പ് ഉണ്ടായിരുന്നു ജോമെട്രിക്കൽ ഐസോമർസ്. ഏതൊക്കെയായിരുന്നു ജോമെട്രിക്കൽ ഐസോമർസ് എന്ന് പറഞ്ഞേ? സിസും ട്രാൻസും. എന്തൊക്കെയായിരുന്നു? സിസും ട്രാൻസും ഉണ്ടായിരുന്നു അല്ലെ, ഓർത്ത് നോക്കാം. അത് വേറെ കോൺഫോർമേഷനിലാണ്. എന്തൊക്കെയായിരുന്നത്? ഇങ്ങനെ വന്ന സിംഗിൾ ബോണ്ട് ആണ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിനെന്താ വിളിച്ചത് നമ്മള്? എക്ലിപ്സ്. ഇങ്ങനെ വന്ന സ്റ്റാഗേർഡ്. ഇൻ ബിറ്റ്വീൻ വന്ന സ്ക്യൂ അല്ലെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്നും ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞേ. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പൊ എന്തായിരുന്നു എടുക്കണ്ടേ? ഹെഡിങ് എന്തായിരുന്നു ലാസ്റ്റ് എഴുതിയത്? അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. കേട്ടോ, ഓർത്ത് നോക്കാം. അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് അങ്ങനെ ആദ്യമാണ്. മാർക്കോണിക്ക ഫുൾ എഴുതിയില്ലേ നമ്മള്? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ ആറ്റം അറ്റാച്ച്ഡ് ടു ദ കാർബൺ ആറ്റം വിച്ച് പോസസ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം അല്ലെ. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിലേക്ക് വരാണ്. ഇന്ന് നമ്മള് ആൽക്കഹോൾ ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് എന്തെടുക്കാൻ പോകുന്നത്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. മോനെന്ന് എഴുതിയേക്കും, ബാക്കി ആൾക്കാർ എഴുതിയിട്ടുണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ, എന്നാലേ കണക്ഷൻ കിട്ടത്തുള്ളൂ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. അതിൽ സെക്കൻഡ് ഹെഡിങ് എന്തായിരുന്നു എഴുതി വെച്ചത് എന്ന് പറഞ്ഞേ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെ, സൾഫ്യൂരിക് ആസിഡ് അല്ലെ. അത് ലാസ്റ്റത്തെ ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റത്തെ ആയിരുന്നു സൾഫ്യൂരിക് ആസിഡ് അഡീഷൻ അല്ലെ. ഓക്കെ. അഡീഷൻ ഓഫ് ഹാലജൻ. അത് കഴിഞ്ഞ് അഡീഷൻ ഓഫ് നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. അഡീഷൻ ഓഫ് വാട്ടർ. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക. അഡീഷൻ ഓഫ് വാട്ടർ. അഡീഷൻ ഓഫ് വാട്ടർ. അഡീഷൻ ഓഫ് വാട്ടർ. ഇക്വേഷൻ ആണ്. വാട്ടർ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്കാം, ആൽക്കീനിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പോവാണ്? വാട്ടർ. ആൽക്കീൻ എന്ന് പറഞ്ഞാല് ഡബിൾ ബോണ്ടഡ് ആണ് കേട്ടോ. ഇവിടെ നോക്കിയേ, CH ഡബിൾ ബോണ്ടഡ് CH2. ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതാണ് അവരുടെ ചോദ്യം. H2O ഗീവ്സിന്റെ മുകളിൽ H+. H+ എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്യാണ്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാ? പ്രൊപ്പൻ 2ol ആകും. എന്താവുന്നേ? പ്രൊപ്പൻ 2ol കേട്ടോ. ഓക്കെ. ദെൻ എന്താണ് അതിലേക്ക് വരാനുള്ള കാരണം? വാട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? H+ ആൻഡ് OH-. വാട്ടർ എങ്ങനെ ഇരിക്കുന്നത്? H+ ആൻഡ് OH-. അങ്ങനെയാവുന്ന എവിടെ പഠിച്ചത് നമ്മള്? ഇക്വിലിബ്രിയത്തിൽ ആസിഡ് അല്ലെ. ഇക്വിലിബ്രിയത്തിൽ ആസിഡ് എങ്ങനെയാ? H+ ആൻഡ് OH-. അപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? H+ ആൻഡ് OH-. ഈ OH- നെഗറ്റീവ് പാർട്ടാണ്. നെഗറ്റീവ് പാർട്ട് എങ്ങനെയാ പോവാ? മാർക്കോണിക്ക ഫുള്ള് നെഗറ്റീവ് പാർട്ട്. ഇത് കണ്ടോ, ഇവിടെ നോക്കിയ ഡബിൾ ബോണ്ടഡ്. ഇവര് ഉള്ളത് കൊണ്ട് മോനൊന്ന് ഓർത്ത് വെച്ചാൽ ഈ ഡബിൾ ബോണ്ടിൽ അതിൽ ഹൈഡ്രജൻ എവിടെയാ കുറവ്?
എവിടെ കുറവ്? ഫസ്റ്റിലാണോ ഇവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത്? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരെണ്ണം. അപ്പൊ എവിടെയാ കുറവ്? ലെസ്. ഫസ്റ്റില് 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അതാ ഉദ്ദേശിച്ചത്. അപ്പൊ എവിടെയായിരിക്കും? സെക്കൻഡില്. കണ്ടോ? ഓർത്ത് നോക്കാം. ഫസ്റ്റില് 2 ഉണ്ട്, ഇവിടെ അല്ലെ 1 ഉള്ളൂ. അപ്പൊ ഓർത്ത് നോക്കാം, ഈ ഡബിൾ ബോണ്ടില് കേട്ടോ, സിംഗിൾ ബോണ്ട് എടുക്കാൻ പാടില്ല. ഡബിൾ ബോണ്ടിൽ എവിടെയാണോ ഹൈഡ്രജൻ ലെസ് അതിലേക്ക് ആര് പോവും? OH പോവും കേട്ടോ. അതാണ് റൂൾ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എങ്ങനെ വരും? CH3 CH, ഇവിടെ OH വരും, ഇവിടെ CH2 ഒപ്പം ഒരു H കൂടി വരും. അപ്പൊ എന്ത് വരും? CH3. എന്തുകൊണ്ടാണ് CH3 ആയത്? ഇവിടെ H2O എന്ന് ഒരു H ഇവിടെ എത്തുമ്പോൾ CH3 OH മിഡിലേക്ക് വരും. വേഗം എടുത്തിട്ട് കേട്ടോ. അഡീഷൻ ഓഫ് വാട്ടർ കേട്ടോ. അപ്പൊ നമ്മള് ആൽക്കിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അഡീഷൻ ഓഫ് വാട്ടർ. Then next, oxidation reaction. അടുത്ത ഹെഡിങ് oxidation reaction. Oxidation reaction. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഇതേ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് ഓക്സിഡേഷൻ ചെയ്യാം. നമ്മളത് CH2 ഡബിൾ ബോണ്ട് CH2. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഇവര് വാട്ടർ H2O ആൻഡ് O2 എന്ന് പറയുന്ന സമയത്ത് എന്താ? ഓക്സിജൻ തന്നെ അതിലേക്ക് വീണ്ടും അവർ ആഡ് ചെയ്യുന്നുണ്ട്. O എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്സിജൻ ഓക്സിഡേഷൻ ആണ്. ദെൻ ഓക്സിഡൈസിങ് റിയേജന്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. KMnO4 ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇവിടെ എവിടെയാ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് 10th പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഓക്സിഡൈസിങ് ഏജന്റ് കൊടുത്തു, ഓയും കൊടുത്തു, വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, നേരത്തെ വന്ന പോലെ OH ഉണ്ടല്ലോ, ഈ OH ഇവിടെയും വരും ഇവിടെയും വരും, രണ്ട് സ്ഥലത്ത് വരും കേട്ടോ. എന്തായിരുന്നു ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ അല്ലെ? അഡീഷൻ ഓഫ് ഓക്സിജനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓക്സിഡേഷൻ. അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. വെരി ഗുഡ്. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ അതേ പാറ്റേൺ ആണ് ഇവിടെയും അവർ ഉപയോഗിക്കുന്നത്. CH2 സിംഗിൾ ബോണ്ട് CH2, ഇവിടെയും OH വരും, ഈ പൊസിഷനിലും OH വരും കേട്ടോ. വേഗം എഴുതി വെച്ചു. അപ്പൊ ആൽക്കീനെ ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടും? ആൽക്കഹോൾ കേട്ടോ. ഓർത്ത് നോക്കാം. വേഗം എഴുതി വെച്ചു. ഈ ചാപ്റ്റർ കുറെ റിയാക്ഷൻസാ പഠിക്കാനുള്ളത്. മറ്റേ ചാപ്റ്റർ പോലെയല്ല, കുറെ റിയാക്ഷൻ, ഓക്സിഡേഷൻ, അങ്ങനെ 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 കുറെ വരും അല്ലെ? വേഗം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. ഓസോണലൈസിസ് റിയാക്ഷൻ. ഓസോണലൈസിസ് റിയാക്ഷൻ. OZONO LYSIS ഓസോണലൈസിസ് റിയാക്ഷൻ. ഓസോണലൈസിസ് റിയാക്ഷൻ. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഓസോണലൈസിസ് എന്ന് പറഞ്ഞാൽ O3 ആണ് ഓസോൺ. ഓസോൺ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യും. അതിന്റെ പ്രസൻസിൽ ഒരു ആഡ് ചെയ്യുന്ന വാട്ടറും സിങ്കും വേണം. ഈ വാട്ടറും സിങ്കും വരുമ്പോൾ ആദ്യം ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും, ഓസോണൈഡ് എന്നാണ് വിളിക്കുക. ആ ഇന്റർമീഡിയറ്റിന് വീണ്ടും ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഫിഷൻ, ബ്രേക്കിംഗ് നടക്കും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കിട്ടും. എന്താ കിട്ടുന്നത്? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ ഏകദേശം ഒരു 100 റിയാക്ഷൻസ് ഉണ്ട്. പക്ഷെ അതില് പല റിയാക്ഷൻ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ഒറ്റ ക്വസ്റ്റൻ നോട്ട് വരിക. ഇതിനെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ ക്വസ്റ്റൻ പോലും ഇല്ല. ഇതിനു മുമ്പത്തെ റിയാക്ഷൻ അതിനെക്കുറിച്ചും ഇല്ല. അങ്ങനെ കുറെ റിയാക്ഷനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഒരൊറ്റ ക്വസ്റ്റൻ പോലും ചോദിക്കില്ല. പക്ഷെ ഓസോണലൈസിസ് ഒറ്റ റിയാക്ഷനാണ്, ഒറ്റ എക്സാമ്പിളാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ 6 ക്വസ്റ്റ്യൻ. ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 25 ക്വസ്റ്റ്യൻ ആണ്. അതിൽ 6 ക്വസ്റ്റ്യൻ ആരെ കുറിച്ചാ? അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന കുറെ ഉണ്ടാവും, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യം പിക്ക് ചെയ്ത് പഠിക്കണം. അതാണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം. അത് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? അടുത്ത് ക്ലിയർ ചെയ്യണം. അങ്ങനെ നമ്മൾ എന്താണ് പ്രയോറിറ്റൈസേഷൻ ചെയ്യണം. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഭയങ്കര ടഫ് ആവും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വരുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഒന്ന് എഴുതി വെച്ചു.
ഓസോണലൈസിസ് ഓഫ് ആൽക്കീൻ, ഓസോണലൈസിസ് ഓഫ് ആൽക്കീൻ ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ് കേട്ടോ. ഇൻവോൾവ്, ഓസോണലൈസിസ് ഓഫ് ആൽക്കീൻ ഇൻവോൾവ് the addition of ozone molecule, addition of ozone molecule, addition of ozone molecule to alkene, to alkene to form ozonide, to form ozonide, comma, to form ozonide, comma, and then cleavage of the ozonide, and then cleavage of the ozonide, and then cleavage of the ozonide by zinc and water, by zinc and water to smaller molecule, to smaller molecule. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ശരിക്കും ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിള്, ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞ് പ്ലസ് ടുവിലെ ക്വസ്റ്റ്യൻ വരെ കാണിച്ചു തരാം. പ്ലസ് ടുവിൽ ഇത് ആരും ഇനി എടുത്തില്ല, പക്ഷെ പ്ലസ് ടുവിൽ അവർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഈ ചാപ്റ്റർ പഠിക്കണം. എല്ലാ ചാപ്റ്ററും നമ്മൾ 11th അങ്ങനെ തന്നെ കണ്ടിന്യൂഷൻ ഇല്ല. ഇത് ഇക്വിലിബ്രിയം അങ്ങനെ തന്നെ കണ്ടിന്യൂഷൻ ഒന്നുമില്ല. ഒരു ഇക്വേഷൻ അതിൽ ആകെ പഠിക്കാനായിട്ടുള്ളൂ. തെർമോഡൈനാമിക്സ് അതിൽ ഒരു 3 ഇക്വേഷൻ പഠിച്ചാൽ തീരും. പക്ഷേ ഈ ചാപ്റ്റർ മുഴുവൻ ഉണ്ട്. പ്ലസ് ടുവിൽ ഇത് ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് അടുത്ത വർഷം ചോദിക്കും. പക്ഷെ ഇവിടെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്റർ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ എടുക്കും. അതിന്റെ എല്ലാ രീതിയും കൊണ്ടുപോകും കേട്ടോ. ഓർത്തോക്കാം, കണ്ടന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീരും, പക്ഷെ അടുത്ത വീക്കിൽ തീരും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കാരണം നിങ്ങൾക്ക് പ്ലസ് ടുവില് രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ക്വസ്റ്റൻ ഒക്കെ എങ്ങനെയാണ് അവിടെയൊക്കെ ചോദിക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇന്ത്യയിൽ ചെയ്യുന്നത് ഞാൻ ചെക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ചെയ്യുന്നത് CH3, CH ഡബിൾ ബോണ്ട് CH2. ഈ ഡബിൾ ബോണ്ട് മാത്രമേ നിങ്ങൾ കാണാം. ഇതിന്റെ ഇവിടെ വലിയ ചെയ്യുന്നുണ്ടാവും, ഇപ്പുറത്ത് വലിയ, അങ്ങനെ പല സ്ഥലത്തൊക്കെ ഉണ്ടാവും. അതൊന്നും നോക്കണ്ട. നിങ്ങൾ ആരെ കണ്ടേ ഈ ഡബിൾ ബോണ്ട് മാത്രം ശ്രദ്ധിക്കാം, ഡബിൾ ബോണ്ട് മാത്രം ശ്രദ്ധിക്കാം. ദെൻ പ്ലസ് O3 ഉണ്ടോ, O3. ഓസോൺ ഇടുമ്പോ ഈ O3യിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ കേട്ടോ. ഓർത്തോ, അതായത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കിയോ. ഞാൻ വരക്കുന്ന മെത്തേഡ് ശ്രദ്ധിച്ചോ. CH3 ഈ CH ഡബിൾ ബോണ്ട് ഇടാൻ പാടില്ല. ഇത് കണ്ടോ CH2. അപ്പൊ ഇപ്പുറത്ത് വലിയ ചെയിനും വേറെ എന്തെങ്കിലുമൊക്കെ വന്നാലും നിങ്ങൾ ആ ഡബിൾ ബോണ്ട് ഇല്ലാതെ ഇങ്ങനെ വരക്കണം. ഓക്കെ ആണോ? ഓക്കെ. ഇനി ആ ഓസോൺ ഓക്സിജൻ പ്ലേസ് ചെയ്യുന്ന കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഈ ഓക്സിജൻ ഞാൻ നേരത്തെ ഓക്സിജൻ ആണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ഗ്രീൻ ലൈനിൽ പ്ലേസ് ചെയ്യാണ്. ആക്ച്വലി ഇങ്ങനെ പ്ലേസ് ചെയ്യണം. 3 വീട് പോലെ, ഒരു കുഞ്ഞു ഹൗസ് പോലെ ഇവിടെ ഓർത്ത് നോക്കാം. ഇങ്ങനെ പ്ലേസ് ചെയ്യണം. എത്ര ഓക്സിജൻ ഉണ്ട്? 1 2 3 അല്ലെ? ആ 3 ഓക്സിജൻ ഉണ്ടോ. ചെറിയൊരു വീട് പോലെ ഇങ്ങനെ പണിയാണ്. എവിടെയാണോ പണിയേണ്ടത്? ഡബിൾ ബോണ്ടിൽ. അപ്പൊ ഞാൻ വരച്ചേക്കുന്ന മെത്തേഡ് ശ്രദ്ധിച്ചോ. ഇനി വലിയ മോളിക്കൂളൊക്കെ ആയിരിക്കും തരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് സിങ്ക് ആൻഡ് വാട്ടർ ഇത് ഇടുമ്പോ എന്താ സംഭവിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓക്സിജൻ എടുക്കരുത്. ഈ ഒരു ഓക്സിജൻ ഇല്ല, ബാക്കിയുള്ള ചേർത്ത് പറഞ്ഞ് CH3 CHO. എന്താ കിട്ടുന്നത്? CH3 CHO, CH3 CHO. അപ്പൊ എങ്ങനെ കട്ടിങ് വന്നേക്കണേ നോക്കിയേ, മനസ്സിലാവാൻ വേണ്ടി എങ്ങനെയാ കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തു. അടുത്ത എങ്ങനെയായിരിക്കും നോക്കിയേ, പറഞ്ഞോ. പ്ലസ് CH2. ഇത് CHO ഗ്രൂപ്പ് അല്ലേ? ഒരു എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. 2 കാർബൺ വന്നാ എന്താ ഉപയോഗിക്കുക മനെ പറഞ്ഞേ? 2 കാർബൺ വന്നാ എത്ത് അല്ലെ? CHO വന്നാ ശരിയാ, എത്തനാൽ. വെരി ഗുഡ്. എത്തനാൽ ഉണ്ടോ? എത്തനാൽ. ആല് വരുന്നത് ആർക്കാണ്? CHO. ആൽഡിഹൈഡിനെ വിളിക്കുന്ന പേരാണ് ആൽ അല്ലെ? എത്തനാൽ. ഇനി 1 കാർബൺ വന്ന ആൽഡിഹൈഡിന്റെ പേരെന്താ? മെത്ത. ചേർക്ക് മെത്തനാൽ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ മെത്തനാൽ കേട്ടോ. ഈ CH2O എന്ന് പറഞ്ഞാൽ HCHO എന്നാണ് അതിന്റെ സ്ട്രക്ചർ കേട്ടോ. HCHO. ഞാനെന്തോ ആലോചിക്കുന്നത് അതിന്റെ CHO എവിടെ എന്ന്. അതല്ലേ ഞാനെന്തോ ആലോചിച്ചത് അല്ലേ?
അല്ലേ? ആ OH എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ Hന്റെ ബാലൻസ് കറക്റ്റ് ആവില്ല. കേട്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെയാണ് വരക്കുന്നത്. ഇപ്പൊ ഒന്ന് വരച്ചു കേട്ടോ, എന്ന് വരച്ചു കേട്ടോ. വന്നേക്കുന്ന മെത്തേഡൊക്കെ മനസ്സിലായല്ലോ ഏകദേശം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇത് വരച്ചു. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് December 29th സൺഡേ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഏകദേശം 4 to 7 ആണ്. നമ്മൾ ഇവിടെയല്ല, ഇവിടെ ഒരു ഫാത്തിമ മാത പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, ഇളംകുളം ഇല്ലേ? അത് തന്നെ, തൊട്ടുണ്ട്. അറിയോ? ഇവിടുത്തെ അടുത്ത സ്റ്റോപ്പാണ്, നെക്സ്റ്റ് സ്റ്റോപ്പ് അവിടെ. ഇവിടെ കാണുമ്പോൾ ആദ്യം കാണുന്നത് ലിറ്റിൽ ഫ്ലോർ എന്ന് പറഞ്ഞ പള്ളിയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ചർച്ച് ഉണ്ട്. ചെറിയതല്ല, വലിയ, അത്യാവശ്യം വലിയ പള്ളിയാണ്. എന്ന് പറഞ്ഞാൽ 2 എൻട്രൻസ് ഉണ്ട് അവർക്ക്. ഒന്ന് മറ്റേ ആ ഡ്രീം ഹോട്ടൽ എത്തുന്നതിന് മുമ്പ് ഉള്ള എൻട്രൻസ്, അത് ആദ്യം കൂടിയും കയറാം, കൂടെ കാണാം. അവിടുത്തെ ഇതിൽ ചെറിയൊരു ഹോളാണ് ബുക്ക് ചെയ്തേക്കുന്നത്. മറ്റേ മെയിൻ ഹോളൊക്കെ വേറെ, ചെറിയൊരു ഹോള്. ഇതൊക്കെ ലൊക്കേഷനൊക്കെ ഇട്ടാം. ഏകദേശം ഇപ്പൊ നിങ്ങൾ വെക്കേഷനൊക്കെ പോയി കഴിയുമ്പോൾ ഏകദേശം അന്നൊക്കെ വരാൻ പോകുന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യും കേട്ടോ. പാർട്ടിസിപ്പേഷൻ വേണം കേട്ടോ. വിവേക് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? അത് വിവേക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് അല്ലെ? എന്താണ്, പാട്ടോ അങ്ങനെ എന്തൊക്കെയോ, ഡാൻസ് കേട്ടോ, എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യും. നാട്ടിലായിരിക്കും. എവിടെയാണ്? സിംഗിൾ ഗീവ്സിന്റെ അവിടെ കേട്ടോ. ഇവിടെ ഗീവ്സ് ഈ ആരോ കേട്ടോ, രണ്ടാമത്തെ സ്റ്റോർ. ഇത് ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റ് ഉണ്ടോ? ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് എന്റെ താഴെ കേട്ടോ, ഓർമ്മ. ഇത് ഫസ്റ്റ്, ഇത് കഴിഞ്ഞിട്ട് ഇന്റർമീഡിയറ്റ്. ചോദിച്ചു ഏത് ഓക്സിജൻ? ഈ ഒരു ഓക്സിജൻ അല്ലേ? അത് ഫ്രീ ആയിട്ട് പോകും. ഫ്രീ ആയിട്ട്. ബൈ പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ എഴുതുന്നില്ല കേട്ടോ. ചെറിയ കുഞ്ഞു ഗെയിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയാലോ. പണ്ട് മ്യൂസിക്കൽ ചെയർ അങ്ങനെയുള്ള ചെറിയ പരിപാടികള്. എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് അതൊക്കെ ചെയ്യാം. എന്താണ് അതിന്റെ ഗെയിം? ഗെയിംസിനൊക്കെ ചെയ്യാം. എന്താ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ കേട്ടോ. ടെക്സ്റ്റ് ബുക്കില് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് 9.4 കേട്ടോ. ഓർത്ത് നോക്കാം, ഒന്ന് വായിച്ച് ഉറക്കനെ വായിക്കാം കേട്ടോ. 9.4 ക്വസ്റ്റ്യൻ നല്ല ലൗഡ് വോയിസ് വായി. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ അവിടെ നോക്കിയേ? 4 കണ്ടോ? അതിന്റെ തൊട്ട് താഴത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ആക്ച്വലി. എന്തായിരുന്നു? അപ്പോൾ പുറത്ത് നോക്കാം, ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര എഴുതുള്ളൂ, നിങ്ങൾക്ക് സ്കൂളിലും ഇത്ര എഴുതി തരും, അവരങ്ങ് പോകും. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതുപോലെ വരും. ടോപ്പിക് ബേസ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഉള്ള പ്രശ്നമാണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ എഴുതി കേട്ടോ എല്ലാവരും. എന്നിട്ട് അതാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ എന്തായിരുന്നു? ഇല്ല, പുതിയതാണ്. 9 അല്ലേ? ചാപ്റ്റർ 9 അല്ലേ കൊടുത്തേക്കുന്നത്? 9.4 കേട്ടോ. 9.4 അതില് ഒന്ന് ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. ക്വസ്റ്റ്യൻ ഓർഗന വായിച്ചു, ഒന്ന് വായിച്ചേ. ഞാൻ വായിച്ചോളൂ, കുഴപ്പമില്ല. മുന്നോട്ട് എഴുതി. റൈറ്റ് IUPAC നെയിം. ക്വസ്റ്റ്യൻ എഴുതി കേട്ടോ. റൈറ്റ് IUPAC നെയിം of the product. Write IUPAC name of the product. Write IUPAC name of the products
Write the IUPAC name of the products obtained by the ozonolysis of the write IUPAC name of the products obtained by the ozonolysis of the following compound. Write IUPAC name of the products obtained by the ozonolysis of the following compound. First question, Pent2ENE. Pent2ENE. First question കേട്ടോ, Pent2ENE. നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്യുന്നേ കേട്ടോ, എന്നിട്ട് ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകും. അത് കഴിഞ്ഞ് ചാപ്റ്റർ തീരുമ്പോൾ ഫുൾ പോർഷനിലേക്ക് നമുക്ക് തന്നെ. പെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 5. അപ്പൊ എത്ര കാർബൺ വരക്കണം? 1 2 3 4 5. ഇത് പെന്റ് വരച്ചു. പെന്റ് 2Ne. രണ്ടാമത്തെ പൊസിഷനിൽ ഇത് 1 ഇത് 2 കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ ഇട്ട് വേണം. 1 2 3 4 5 കണ്ടോ. Pent2Ne എന്ന് പറയുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഇടും കണ്ടോ. ഓർക്കുക അല്ലെ, ഡബിൾ ബോണ്ട് ഇടും Pent2Ne. ഇനി H വെച്ച് ഫില്ല് ചെയ്യണം അല്ലെ. കാർബണിന്റെ ബാലൻസ് എത്രയാ? 4. അപ്പൊ ഇവിടെ ഒരു 1 ബോണ്ട് കഴിഞ്ഞാൽ എത്ര H കൊടുക്കണം? 3 അല്ലെ, CH3. ഇവിടെ ഈ കാർബൺ നോക്കിയേ 1 2 3 കണ്ടോ. 3 റിമൈനിങ് എത്ര H ആയിരിക്കും? 1 CH. ഇവിടെ നോക്കിയേ 1 2 3 റിമൈനിങ് 1 H. ഇവിടെ ഓൾറെഡി 2 കഴിഞ്ഞു, CH2 CH3. ഓർത്ത് നോക്കാം. അപ്പൊ മെത്തേഡ് ക്ലിയർ ചെയ്യണം, ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചു പോയേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്? O3 ആഡ് ചെയ്താൽ എന്ത് വരും, എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ഇന്റർവ്യൂവിൽ എഴുതണം എന്നല്ല ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. എങ്ങനെ ആലോചിക്കണം എന്നാ പറഞ്ഞേക്കണേ? ഡബിൾ ബോണ്ട് അല്ലെ ഇല്ലാതെ എഴുതണം അല്ലെ, ഡബിൾ ബോണ്ട് ഇല്ലാതെ എഴുതണം. എന്നിട്ട് അവിടെ എന്ത് വരക്കണം? ഓസോണിന്റെ ഒരു വീട് പോലെ വരച്ചു കേട്ടോ. ഇന്റർവ്യൂവിൽ എന്നെ കാണിക്കണം, എററൊക്കെ വന്നോട്ടെ. അല്ലെങ്കിൽ ഞാൻ വീട് വരച്ച്, ഞാൻ വലിയ വീടൊക്കെ വരച്ച് ഇങ്ങനെ പോകും അല്ലെ. നിങ്ങൾ വീടുമില്ല അല്ലെ, കിടക്കാനൊരു സ്ഥലമില്ല എന്നുള്ള രീതിയിലൊക്കെ വിഷമിച്ച് വരും ഉണ്ടാവില്ലേ? ശരിയാവില്ല. റൈറ്റ് ആണ്. ഞാൻ കട്ട് ചെയ്തോ, നീ മുറിച്ചെടുത്തോ. ഇതിവിടെ ബാക്കിലെ 2 വീടൊക്കെ പണിത് കേട്ടോ, നല്ല ഭംഗിയുള്ള വീടൊക്കെ അവരൊക്കെ പണിതേക്കണേ. ഓക്കെ ഗുഡ്. ഞാൻ കട്ട് ചെയ്തിട്ടാണ് എഴുതിക്കോ. CH3 CHO ഉണ്ടോ? ഇത്രേ ഉള്ളൂ പരിപാടി. ഇപ്പുറം CH3 CH2 CHO ഉണ്ടോ? പ്ലസ് പ്ലസ് പ്ലസ്. വെരി ഗുഡ്, കറക്റ്റ്. അത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ, സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. മറിച്ചു നോക്കുമോനെ. ഇതുപോലെ തന്നെ ഡബിൾ ബോണ്ട് ഇല്ലാതെ വരക്കാം. പറഞ്ഞുതരാം. അതുപോലെ അത് വരക്കണം. ഇന്റർമീഡിയറ്റ് ഡബിൾ ബോണ്ട് കൊടുക്കരുത്. സ്പേസ് ഇട്ട് കൊടുക്കും. അത് തന്നെ. ഓക്കെ. ഇനി അത് കട്ട് ചെയ്തോളാം. അത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും? അതും കിട്ടും. അപ്പൊ എന്തൊക്കെ കിട്ടും അല്ലെ? CH3 CHO ശരിയാണ് എഴുതിയത് കേട്ടോ. അത് തന്നെ CH3 CHO പ്ലസ്. ഇനി പ്ലസ് ഇടും. പ്ലസ് ശരിയാണ്. ഇതുപോലെ CHO CHO CH2 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 CH2. ഒക്കെ മനസ്സിലായല്ലേ? അങ്ങനെ എഴുതിയത് കറക്റ്റാ. പക്ഷെ ഇവിടെ ഒരു പ്ലസ് ഇട്ടാൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ. അത് കണ്ടോ? ഓ എടുക്കൂല അത്. എന്ത് കിട്ടും? എക്സ്ട്രാ ആയിട്ട് അവിടെ പോകും. ഫ്രീ ഓക്സിജൻ ആയിട്ട് അവിടെ പോകും. 2 ഓക്സിജൻ ചേർന്ന് O2 ആയിട്ട് പോകും. ഏതാ? വേണ്ട ബൈ പ്രൊഡക്റ്റ് എഴുതണ്ട. ശരിക്കും അവിടെയൊക്കെ എന്ത് കിട്ടും? പോയിട്ട് ഈ ഓർഗാനിക് കൃഷിയിൽ ബൈ പ്രൊഡക്റ്റ് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് എന്ത് എഴുതണ്ട? ബൈ പ്രൊഡക്റ്റ് എഴുതണ്ട. ആർക്ക് മാത്രം അങ്ങനെ പറയുള്ളൂ? ഓർഗാനിക്കിന് മാത്രം. ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററുകൾക്കും ബൈ പ്രൊഡക്റ്റ് വേണം. ഓക്കെ. ചോദിച്ചു. കിട്ടും. ഒരു എന്താണ് എന്ന് പറയുമ്പോ ഭയങ്കര ഹൈ റിയാക്റ്റീവ് ആയിരിക്കും ഫ്രീ ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വേറൊരു ഓക്സിജനായിട്ട് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. കിട്ടിയില്ലെങ്കിൽ അവൻ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് തന്നെ കിട്ടും. സൾഫ്യൂരിക് ആസിഡ് താൻ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചു. സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ചെയ്യൂല. എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അടച്ചു വെക്കും. ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള എന്തിനേയും നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അവനെന്ത് ചെയ്യും?
റിയാക്ട് ചെയ്യും. മനസ്സിലായി? റിയാക്ട് ചെയ്ത് സ്റ്റേബിലിറ്റിക്ക് പോകും, എക്സിസ്റ്റ് ചെയ്യും. ഓക്സിജൻ അവിടെ നിന്ന് അനേസിന്റെ ഒരു കണ്ടീഷൻ ഒക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ പറഞ്ഞിട്ടുണ്ട്. മോണോറ്റോമിക് എന്ന് പറഞ്ഞാൽ ഹൈലി എന്തായിരിക്കും? റിയാക്റ്റീവ് റിയാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഈ കളറിൽ, ഈ ഡ്രസ്സിന്റെ കളർ കോട്ടണിലാണെങ്കിൽ നേസന്റെ ഓക്സിജൻ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡീകളറൈസ് ചെയ്യാൻ പറ്റും. ഫ്രീ ഓക്സിജൻ വെച്ച് ഇത് കംപ്ലീറ്റ് വൈറ്റ് ആക്കി തരാം. ബോഡിയുടെ സ്കിന്ന് ആണെങ്കിൽ സ്കിന്നിൽ അമിനോ ആസിഡ് വരും. അമിനോ ആസിഡ് ആണ് ആക്ച്വലി വരുന്നത്. അത് റിയാക്ട് ചെയ്യത്തില്ല. വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യുമ്പോൾ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഓർത്ത് വെക്കാം. ആസിഡൊക്കെ വീണാൽ എങ്ങനെ ഇരിക്കൂല്ലേ? അതുപോലെ കേട്ടോ, ഓർത്ത് വെക്കാം. ശരിയാ. ഇവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ CH3CHO ഉണ്ടോ? അവിടെ കിട്ടി. അടുത്ത എന്തായിരുന്നു? CHO. ശരിയല്ലേ? CHO ശരിയല്ലേ? ബാക്കി എന്ത് വരും? CH2. അവിടെ എഴുതിയല്ലോ, കറക്റ്റ് ആണ്. CHO എന്നാക്കും മോനെ. അതെ കേട്ടോ, ഓർക്കുക. അത് തിരിച്ചെഴുതിയോണ്ട് കുഴപ്പമില്ല. തല എഴുതി വെക്കട്ടെ. പേര് എഴുതണോട്ടോ എല്ലാവരും. എത്തനാൽ ആൻഡ് പ്രൊപ്പനാൽ കേട്ടോ, ഓർത്ത് വെക്കാം. ഞാനിവിടെ ഒന്ന് എഴുതി വെച്ചേക്കാം. നമുക്ക് എഴുതിയേക്കുന്നത് എങ്ങനെയായിരുന്നു അല്ലെ? നിങ്ങൾക്ക് ഇത് അല്ലാതെ ഞാനിപ്പോ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ തന്നെ എഴുതിയൊക്കെ കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാമിന് ചോദിക്കുമ്പോൾ ഡൗട്ട് വരും. അപ്പൊ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ഞാൻ ഓക്സിജൻ അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓക്സിജന്റെ ഒരു വീട് പോലെ പണിതു കണ്ടോ, ഓർത്ത് നോക്കുക. ഇനി ഇങ്ങനെ കട്ട് ചെയ്തു കണ്ടോ, ഓർത്ത് നോക്കുക. ദെൻ സിങ്ക്, വാട്ടർ, അങ്ങനെ വരുമ്പോ CH3 ആ സ്പ്ലിറ്റിംഗ് വരും. എന്നിട്ട് ചെറിയ മോളിക്കൂളായി മാറും CHO പ്ലസ്. കണ്ടോ, ഓർത്ത് നോക്കാം. ഇത് ഞാൻ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുള്ളൂ. അല്ലെങ്കിൽ ഏടുകളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. CH3 CH2 CHO കണ്ടോ, ഓർത്ത് നോക്കാം. ഇതെന്തായിരുന്നു? ഈ CHO ലാസ്റ്റ് എഴുതി, നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. തിരിച്ചെഴുതണോണ്ടൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? എത്തനാൽ അല്ലെ. 2 കാർബൺ വന്നു കേട്ടോ, ഓർത്ത് നോക്കുക. ഇതിന്റെ പേരെന്തായിരിക്കും? പ്രൊപ്പനാൽ അല്ലെ. 3 കാർബൺ വന്നാൽ എന്തായിരിക്കും? പ്രൊപ്പനാൽ കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ എത്തനാലും പ്രൊപ്പനാൽ കേട്ടോ. എത്തനാൽ ആൻഡ് പ്രൊപ്പനാൽ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കുടിച്ചിട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ. 3, 4 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3, 4 ഡൈമീഥൈൽ ഹെപ്റ്റ് 3ene. 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 ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബണാ? 7. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. ഇതാണ് ഹെപ്റ്റ്. നമ്പർ കൊടുക്കണം. 1, 2, 3 കേട്ടോ, നമ്പർ കൊടുക്കണം. നിങ്ങൾ എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, ആരെങ്കിലും നമ്പർ ഇടാതെ ചെയ്യരുത്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ബുക്ക് നോക്കുന്ന ടീച്ചറിനെ പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാനാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് എങ്ങാലും ആ ബോർഡിൽ എഴുതുമ്പോഴാണോ പറയണേ. നിങ്ങൾക്ക് ചെറിയ എക്സാമിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ബോർഡിൽ എഴുതുമ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് എന്തായാലും നമ്പർ എഴുതണം. ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി എന്താ ചെയ്യണ്ടേ കേട്ടോ? എന്റെ ഒപ്പം തന്നെ എഴുതിക്കോ എല്ലാവരും, അല്ലെങ്കിൽ പിന്നെ മറന്നു എഴുതിക്കോ കേട്ടോ മോനെ. ആദ്യം ഇതുപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ നീ എങ്ങനെ H വെച്ച് പഠിക്കും. CH3 സാറ് എഴുതിയിട്ടുണ്ട്, അതുപോലെ എഴുതാന്ന് കരുതും. അങ്ങനെയല്ല, ഈ മെത്തേഡ് ഇതുപോലെ തന്നെ തുടങ്ങാം. ഹെപ്റ്റ്. തേർഡില് എന്ത് കൊടുക്കണം? ഡബിൾ ബോണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ തേർഡിൽ ഞാൻ തേർഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് കൊടുക്കും. തേർഡില് ഡബിൾ ബോണ്ട് കൊടുക്കും. ഇനി എന്ത് ചെയ്യണം? 3ലും 4ലും എന്ത് കൊടുക്കണം? മീഥൈൽ. മീഥൈൽ എന്ന് പറഞ്ഞാൽ എന്താ? CH3. അപ്പൊ തേർഡിലും 4ലും ഞാൻ ഇവിടെ CH3. CH3 ഇവിടെയും കൊടുക്കും. CH3. ഇനി H വെച്ച് ഫില്ല് ചെയ്യാം. ഇവിടെ എന്ത് വരും? CH3. ഇവിടെ കാർബണിന്റെ ബാലൻസ് 1, 2 കഴിഞ്ഞാൽ CH2. ഇവിടെ നോക്കിയേ 1, 2, 3, 4 ബോണ്ട് എന്ത് ചെയ്യാൻ മതി. ഇവിടെ 1, 2, 3, 4 ഇപ്പൊ ഹൈഡ്രജൻ കൊടുക്കണ്ട. ഇനി ഇവിടെ നോക്കിയേ 1, 2, 3, 4 ഹൈഡ്രജൻ പ്ലേസ് ചെയ്യണ്ട. കാർബൺ അല്ലെ. ഇവിടെ നോക്കിയേ 1, 2 2 ഹൈഡ്രജൻ 3
ഇതാണ് അവർ പറയുന്ന 3,4 ഡൈമീഥൈൽ ഹെപ്റ്റ് 3ENE. ഇതിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പോണേ പറഞ്ഞേ? പ്ലസ് ഓസോൺ O3. ഇങ്ങനെ വരക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞേക്കുന്നേ അല്ലേ? ഡബിൾ ബോണ്ട് ഇല്ലാതെ വരക്കും. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കണ്ടോ? ഇത് കണ്ടോ, ഡബിൾ ബോണ്ട് ഇല്ലാതെ. ഇത് കണ്ടോ, ഈ CH3 ഡബിൾ ബോണ്ട് ഇല്ലാതെ കണ്ടോ, ഇത്തിരി സ്പേസ് കൊടുക്കുക നിങ്ങൾ. CH3 CH2 മെത്തേഡ് പഠിക്കാൻ നോക്കുക. അല്ലാതെ ഈ കോമ്പൗണ്ട് ആദ്യമേ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് കണ്ടെത്താനായിട്ടല്ല നോക്കണ്ടേ മെത്തേഡ്. കണ്ടോ, ഓർത്ത് നോക്കുക. ഇത് കണ്ടോ, ഡബിൾ ബോണ്ട് ഇല്ല, ബാക്കിയെല്ലാം അതുപോലെ തന്നെ വരച്ചു. അതാണ് ആദ്യം ചെയ്യേണ്ട ഡ്യൂട്ടി. ഇനി അവിടെ ഓസോണൈഡ് ക്രിയേറ്റ് ചെയ്യണം. എന്തായിരുന്നു ഓസോണൈഡ്? ഇവിടെ നോക്കിയേ. കണ്ടോ, കോമൺ ആയിട്ട് വന്നു. ഇങ്ങനെ കണ്ടോ, ഓർത്ത് നോക്കുക, നല്ല ഭംഗിയായിട്ട് അല്ലെ? അവിടെയും ഒരു ഓസോൺ പ്ലേസ് ചെയ്തു. ഇനി എങ്ങനെ കട്ട് ചെയ്യണം? കട്ട് ചെയ്യുന്ന പൊസിഷൻ നോക്കിയേ. ഇങ്ങനെ ഒരു പീസ് വരും അല്ലെ? ഓക്കെ, അപ്പൊ എന്തായിരിക്കും എന്റെ വരുന്നത്? പറഞ്ഞേ, എന്തായിരിക്കും? H2O സിങ്ക് കൂടി ഇടുമ്പോ എന്ത് വരും? ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്തായിരിക്കും? CH3 CH2 CO കണ്ടോ, CH3 പ്ലസ് എന്ത് വരും? CH3. ഇത് കണ്ടോ, ഈ CH3 ഇവിടെ നോക്കട്ടെ എല്ലാവരും. ഇവിടെ നോക്കിയേ, CH3 CO കണ്ടോ, അല്ലെങ്കിൽ പിന്നീട് ഡൗട്ട് വരും. CH3 CO CH2 CH2 CH3. ഇതിന്റെ പേരെന്തായിരിക്കും? അവിടുന്ന് ലാസ്റ്റ് പറഞ്ഞു തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന്. പേര്, ഇതിന്റെ പേര്. എത്ര കാർബൺ ഉണ്ട് ടോട്ടൽ? 4 വന്ന ബ്യൂട്ടൻ. CO വന്നാൽ കീറ്റോൺ ആണ്. കീറ്റോൺ വന്ന കീറ്റോണിൽ തന്നെയുണ്ട്. കീറ്റോൺ എന്നുള്ള വേർഡ് ശ്രദ്ധിച്ചേ. കീറ്റോൺ, കീറ്റോൺ ഓൺ. അപ്പൊ എന്തായിരിക്കും? ബ്യൂട്ടനോൺ. ഏത് പൊസിഷനിലാണ് വന്നേക്കുന്നത്? സെക്കൻഡ് ആണ്. സെക്കൻഡ് വന്ന് എന്തായാലും വരുന്ന അറിയാം. അതുകൊണ്ട് ബ്യൂട്ടൻ 2 ഓൺ കേട്ടോ. എന്തായിരിക്കും വരുന്നത്? ബ്യൂട്ടൻ 2 ഓൺ. 2 ഓൺ. അടുത്തതിന്റെ പേരെന്തായിരിക്കും? വിവേക് പറഞ്ഞു. 1 2 3 4 5. ഏത് പൊസിഷനാ? ഏത് പൊസിഷൻ അത് പറയണം. അപ്പൊ എങ്ങനെ പറയും? പെന്റ് 2 ഓൺ കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പേ ആൽക്കഹോൾ ഓൾ, ആൽഡിഹൈഡ് ആൽ കേട്ടോ. പെൻഡൻ ഓർ പെൻഡ് എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. പെൻഡൻ 2 ഓൺ എന്ന് കൊടുത്താലും പെൻഡ് 2 ഓൺ എന്ന് കൊടുത്താലും റൈറ്റ് ആയിട്ട് വരും. ഇപ്പൊ ഇത് ഞാൻ ബ്യൂട്ടൻ 2 ഓൺ, അതും റൈറ്റ് ആണ്. ബ്യൂട്ട് 2 ഓണും റൈറ്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ബ്യൂട്ടൻ എന്ന് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല, തെറ്റല്ല കേട്ടോ. ഓർത്ത് നോക്കാം. ബ്യൂട്ടൻ 2 ഓൺ എന്ന് എഴുതാം. ആൽക്ക, ആൽക്ക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു ആക്ച്വലി? ANE ENE YNE. സിംഗിൾ ബോണ്ട് വരും. അത് തന്നെ അതാണ് അതിന്റെ റൂട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. എന്ന് കരുതി പേടിക്കണ്ട. ഇത് പെൻഡൻ 2 ഓൺ എന്ന് എഴുതിയാലും ബ്യൂട്ടൻ 2 ഓൺ എന്ന് എഴുതിയാലും റൈറ്റ് ആണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ ചോദിച്ച ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക്? പെൻഡ് എന്നല്ല എഴുതിയത് കേട്ടോ. ഇതിലേ ശരിക്കും എഴുതണ അതിനൊരു റൂൾ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നാൽ പെൻഡ് എന്ന് എഴുതാൻ പാടില്ല. പെൻഡ് എന്ന് എഴുതാവും. പെൻഡ് എങ്ങനെ എഴുതണം? ഏത് പൊസിഷനാ? 1 2 3 4. പെൻ 4 in 2 on. ഐഡിയ മനസ്സിലായോ? പെൻഡ് 4 in 2 on. സിംഗിൾ ബോണ്ട് വന്നപ്പോ അനന്തോ അതാണ് പറഞ്ഞത്. സിംഗിൾ ബോണ്ട് വന്നല്ലോ സാറേ, അതുകൊണ്ട് പെൻഡൻ എന്നല്ലേ എഴുതണ്ടേ? അതല്ലേ ചോദ്യം. ഉണ്ടോ? പെൻഡൻ 2 on. പെൻഡൻ 2 എന്ന് എഴുതിയാലും പെൻ 2 on എന്ന് എഴുതിയാലും സിംഗിൾ ബോണ്ടിന് പ്രശ്നമില്ല. ആ സമയത്ത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നാൽ ഒരിക്കലും AN എന്ന് എഴുതാൻ പാടില്ല. പിന്നെ എന്ത് എഴുതാവൂ? പെൻഡ് എങ്ങനെയായിരിക്കും എന്റെ ആൻസർ? 4 ENE. പിന്നെന്ത് വരും? ഇന്ന് കൊടുത്താലും മതി, അവിടെ വരവുണ്ട്. പിന്നെന്തായിരിക്കും? 2 on കേട്ടോ. ഇനോൾ എന്നൊക്കെ വരും.
ഇയനോൾ അതെന്തായിരിക്കും ഡബിൾ ബോണ്ടും ഓയിച്ചും വരുമ്പോ കേട്ടോ ഓർത്ത് വെക്കാം. അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹെഡിങ് ഇപ്പൊ എഴുതിയത് ഏതായിരുന്നു എന്ന് പറഞ്ഞേ? ഓസോണലൈസിസ് കേട്ടോ. എന്തായിരുന്നു? ഓസോണലൈസിസ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെച്ചു കേട്ടോ. ഓസോണലൈസിസ്. അത് കഴിഞ്ഞിട്ട് പോളിമറൈസേഷൻ. നെക്സ്റ്റ് ഹെഡിങ് പോളിമറൈസേഷൻ. 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 എഴുതി വെച്ചോ. സ്മോളർ മോളിക്യൂൾ, സ്മോളർ മോളിക്യൂൾ ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. സ്മോളർ മോളിക്യൂൾ ബ്രാക്കറ്റില് മോണോമർ. സ്മോളർ മോളിക്യൂൾ ബ്രാക്കറ്റില് മോണോമർ. combine to form larger molecule in the presence of catalyst, to form polymer. ഒന്നുകൂടി വായിച്ച സ്റ്റേറ്റ്മെന്റ്. Smaller molecule monomer combine to form larger molecule in the presence of catalyst to form polymer. In the presence of catalyst അവിടെ വരെ മതി. In the presence of catalyst. ആ പോളിമർ എന്നുള്ള വേർഡ് കിട്ടില്ലേ കേട്ടോ, ഓർത്ത് വെക്കാം. അവിടെ എഴുതി വെക്കാം. This process is known as polymerization. This process is known as polymerization. This process is known as polymerization. നിങ്ങൾക്ക് 12th ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു പോളിമർ എന്ന് പറയുന്നത്. ആ ചാപ്റ്റർ ഇപ്പൊ ഇല്ല, ഡിലീറ്റഡ് ആയി കഴിഞ്ഞ വർഷം മുതൽ കേട്ടോ. നോക്കാം, അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തുണ്ടായിരുന്നു പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടെന്ന പോളിത്തീൻ കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് അർത്ഥം. പോളിമർ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ എന്നാണ് അർത്ഥം. അത് കമ്പൈൻ ചെയ്യും. അപ്പൊ ഈഥീൻ അറിയാലോ. ഈഥീൻ ലാർജ് നമ്പർ ജോയിൻ ചെയ്താൽ എന്തുണ്ടാവും? പോളി ഈഥീൻ ഉണ്ടാവും. പോളിത്തീൻ, അതാണ് പോളിത്തീൻ കവർ കേട്ടോ. ഇനി പോളിത്തീൻ കവർ കണ്ടിട്ടില്ല നോക്കാം, അതിന്റെ ഇക്വേഷൻ ആണ് എഴുതുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം അല്ലെ, ഒരു 10-100 വർഷം മുമ്പ് പോളിത്തീൻ കവർ ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ കെമിസ്ട്രിയുടെ ഒരു റീജിയണൽ ഇൻഡസ്ട്രിയൽ ആയിട്ട് വരുന്ന കോമ്പൗണ്ടുകൾ. ഇപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാഗ് എന്തായിരുന്നു? നിങ്ങൾ ഉപയോഗിക്കുന്ന ബാഗിന്റെ മെറ്റീരിയൽ എന്താ? പോളിസ്റ്റർ ഒന്നുമല്ല, നൈലോൺസ് ആണ് ആക്ച്വലി. എന്താ പറയുന്നത്? നൈലോൺ കേട്ടോ. ബാഗ് എന്ന് പറയുന്ന സാധനം ആ പിടിച്ചേക്കുന്നതൊക്കെ നൈലോൺ ആണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. നൈലോൺ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ഒരു ഹെക്സാ മെത്തിലിൻ ഡയമീൻ പ്ലസ് അഡിറ്റിക് ആസിഡ് എന്നാണ് അതിന്റെ മോണോമറിന്റെ പേര്. ഹെക്സാ മെത്തിലിൻ ഡയമീൻ. ഹെക്സാ എന്ന് പറഞ്ഞാൽ എന്താ? 6. മെത്ത് എന്ന് പറഞ്ഞാൽ CH2 ഗ്രൂപ്പ് ഉണ്ട്. മെത്തിലിൻ ഡയമീൻ, അമീൻ എന്ന് പറഞ്ഞാൽ NH2 ഗ്രൂപ്പ്. അപ്പോൾ 6 കാർബൺ ആറ്റം, രണ്ടറ്റത്തും NH2 ഗ്രൂപ്പ് പ്ലസ് അഡിപ്പിക് ആസിഡ്. അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത വർഷം പഠിക്കാൻ ഓക്സാലിക് ആസിഡ്, മലോണിക് ആസിഡ്, സക്സനിക് ആസിഡ്, അഡിപ്പിക് ആസിഡ്. അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ, രണ്ടിന്റെ അറ്റത്ത് ആക്ച്വലി എന്ത് വരും? COH വരും. 6 കാർബണില് രണ്ടറ്റത്തും COH വരും. അതിന്റെ പേരാണ് അഡിപ്പിക് ആസിഡ്. അങ്ങനത്തെ കോമ്പൗണ്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് നൈലോൺ 6 വരുന്നത്. 2 നൈലോൺ 6 എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട്. അത് ഉപയോഗിക്കുന്നത് കാപ്രോലാക്ടൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വെച്ചിട്ടാണ്. ഇത് അങ്ങനെയുള്ള കുറെ കോമ്പൗണ്ടുകൾ പഠിക്കാനുണ്ടായിരുന്നു അടുത്ത വർഷം വരുന്നത്. അപ്പോ ഇത് നമുക്ക് എന്തായാലും പഠിക്കാനുള്ളതാണ്. എന്തായാലും ഇത് എഴുതി വെച്ചു. CH2 ഡബിൾ ബോണ്ട് CH2. ഇത് എന്റെ ഫ്രണ്ടിൽ N എന്ന് ഇടും. N എന്ന് പറഞ്ഞാൽ ഈ N എന്ന് പറയുന്നത് 100 ഇടാം, 1000 ഇടാം, 1 lakh ഇടാം. അതെല്ലാം കൂടി ജോയിൻ ചെയ്ത് ഒറ്റ മോളിക്യൂൾ ആവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിമർ കേട്ടോ. ഓർത്ത് നോക്കാം. എന്ത് പറഞ്ഞത്? വല്ലതും പറഞ്ഞോ? ഇല്ല. ഓക്കെ. അപ്പോ ഈ റിയാക്ഷൻ ഇങ്ങനെയാണ് പോളിമറൈസേഷൻ എഴുതുക. അത് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ ഇതിനെയാണ് പോളിമർ കേട്ടോ. അപ്പൊ N താഴെ ഇട്ട ഈ N എന്ന് പറഞ്ഞാൽ മോണോമർ ഫ്രണ്ടിൽ ഇടുന്നത്. ഇവിടെ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് പേര് എന്തായിരിക്കും? പോളിമർ കേട്ടോ. ഇതിന്റെ പേര് ഈഥീൻ. അപ്പൊ ഇതെന്തായിരിക്കും? പോളി ഈഥീൻ, പോളിത്തീൻ കേട്ടോ. അപ്പൊ എഴുതി വെച്ചേ ഈഥീൻ, പോളിത്തീൻ.
ഈഥീൻ, പോളിത്തീൻ. ഇത് ഈഥീൻ, പോളിത്തീൻ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു എക്സാമ്പിളും പിന്നെ ഒരു പോളിപ്രൊപ്പീനും കൊടുത്തിട്ടുണ്ട്. പോളിപ്രൊപ്പീൻ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിലുള്ള കയറൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ പോളിപ്രൊപ്പീനാ. 3 കാർബൺ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഈ ഒരു എക്സാമ്പിൾ എഴുതി വെച്ചാൽ മതി. പോളിമറൈസേഷൻ വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, എന്താ ചെയ്തത്? ഡബിൾ ബോണ്ട് എപ്പുറത്തേക്ക് പോകും? ഇവിടെയും ബ്രേക്ക് ചെയ്യും അല്ലെ, ഇപ്പുറത്താവും. അതുപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊണ്ടുവരും. ഇല്ല, പോളിത്തീൻ ഒരുമിച്ച് എഴുതാം, ഒറ്റ വേർഡാണ് കേട്ടോ. പോളിത്തീൻ അല്ലെങ്കിൽ പോളിഈഥീൻ കേട്ടോ, ഒറ്റ വേർഡ്. പോളിഈഥീനെ വിളിക്കുന്ന പേരാണ് പോളിത്തീൻ അവര് കേട്ടോ. ഓക്കെ, പോളിത്തീൻ അല്ലെങ്കിൽ പോളിഈഥീൻ ഒറ്റ വേർഡാണ്, എഴുതി കൊടുക്കാൻ. ഇനി ഇവിടെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നോക്കിയേ, പുതിയ പുതിയ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ അല്ലെ, നിങ്ങൾക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു CL ഇട്ട് ആ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് കിട്ടിയത്. ആ കോമ്പൗണ്ട് ഇപ്പൊ നിങ്ങൾ എഴുതണ്ട, ഇതിന്റെ പേരാണ് PVC പൈപ്പ്. PVC പൈപ്പ് എന്തായിരുന്നു? PVC പൈപ്പിന്റെ പേരെന്താ? പോളി വിനൈൽ ക്ലോറൈഡ്. പോളി വിനൈൽ ക്ലോറൈഡ്. പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞത് കോമൺ നെയിം ആണ്. ഇതെന്തായിരുന്നു? കോമൺ നെയിം. ബിസ്നൽ ഡൈഹാലൈഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ. ഇതിന്റെ കോമൺ നെയിം വിനൈൽ ക്ലോറൈഡ്. അപ്പൊ ഇത് എന്തായിരിക്കും? പോളിത്തീൻ കേട്ടോ. ഇനി വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം കാണിച്ചു തരാം. എഴുതി നോക്കിയേ, ഇതാണ് നിങ്ങൾ അല്ലെ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രൈ പാൻ ഇല്ലേ, അതും ഒരു സാധനം ഇടും. ഫ്രൈ പാൻ കേട്ടല്ലേ നിങ്ങൾ? കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെ, നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള സാധനങ്ങൾ പിടിക്കാതിരിക്കാൻ വേണ്ടി സാധനം കൊടുക്കൂലേ, അതിന്റെ പേരാണ് പോളി അക്രൈലോ നൈട്രൈഡ്. പാൻ എന്താ വിളിക്കുന്നത്? പാൻ. പോളി അക്രൈലോ നൈട്രൈഡ് പാൻ. ഫ്രൈ പാൻ കേട്ടല്ലേ? കേട്ടല്ലേ? വീട്ടിൽ കൂടി ചോദിച്ചു ഫ്രൈ പാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ചോദിച്ചു കേട്ടോ. ഫ്രൈ പാൻ നിങ്ങൾ വീട്ടിൽ പറയാറില്ലേ? അത് പറയൊന്നുമില്ല, പിന്നെ അത് താനാണ് പറഞ്ഞു കൊടുക്കണ്ടേ. അതിനല്ലേ സ്കൂളിലോട്ടേക്കണേ കേട്ടോ. വീട്ടിൽ പോയിട്ട് പറയണം കേട്ടോ. പോളി അക്രൈലോ നൈട്രൈൽ ആണ് കോട്ടിങ് കേട്ടോ. വേറെ കോട്ടിങ് ഉണ്ട്, ടെഫ്ലോൺ. കേട്ടോ? ടെഫ്ലോൺ നിങ്ങൾ ഈ അടുത്തൊരു എല്ലാ പരസ്യങ്ങളും കാണിക്കണം. ടെഫ്ലോൺ കോട്ടഡ് ആണ് പെയിന്റ്. എന്നിട്ട് ഒരു ആള് അതിന്റെ മുകളിലേക്ക് വലിച്ചെറിയും കണ്ട സാധനങ്ങൾ, എന്നിട്ട് അത് തുടയ്ക്കുമ്പോൾ പോവും. ടെഫ്ലോൺ കോട്ടഡ്. ഏഷ്യൻ പെയിന്റിന്റെ ഉണ്ട്, എല്ലാത്തിന്റെ ഉണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കിക്കോ. പരസ്യങ്ങളിലെല്ലാം തന്നെ പെയിന്റുകളിൽ ഇപ്പൊ എന്ത് കൊടുക്കുന്നുണ്ട്? ടെഫ്ലോൺ. ഇനി വീട്ടില് ഫ്രൈ പാന് തന്നെ കുറച്ചും കൂടി വില കൂടിയിട്ടുള്ളതാണ്. വൈറ്റ് കളറിലെ കോട്ടിങ് ഉണ്ടാവും ഫ്രൈ പാൻ തന്നെ. ഫ്രൈ പാൻ ബ്ലാക്ക് കളറിലല്ലേ, അല്ലാതെ തന്നെ വൈറ്റ് കളറിലെ കോട്ടിങ്. അത് കുറച്ചും കൂടി നല്ലതാണെന്ന് പറയും. അതെന്താ? ടെഫ്ലോൺ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ ഈ എച്ച് മാറ്റി കളയും. ഇത് കണ്ടോ, ഇതാണ് ടെഫ്ലോൺ. കണ്ടോ, CF2 ഡബിൾ ബോണ്ട് CF2. ഇതിന്റെ പേര് നോക്കിയേ, ടെട്രാ ഫ്ലൂറോ ഈഥീൻ. വായിച്ചേ, ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ടെട്രാ എന്ന് പറഞ്ഞാൽ എത്രയാ? 4. ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ഞാൻ ഇതിന്റെ റിലവൻസ് പറയുന്നത്, ഇത് കുറച്ച് നാളായിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ കണ്ടേക്കുന്നത്. ഇതിൽ ഓരോ ആലോചിച്ചത് എത്ര വലിയ ചെയിൻ ഉണ്ടോ. അങ്ങനെ ചെയിൻ മാറ്റി 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 ഇടുമ്പോൾ പുതിയ പുതിയ പോളിമർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഫോണുകൾ അല്ലെ, ഫോൺ ഏറ്റവും പുതിയ എടുക്കുമ്പോൾ അതെന്താ? ഗൊറില്ല ഗ്ലാസ് 6. അടുത്തത് എന്തായിരിക്കും? ഗൊറില്ല ഗ്ലാസ്. എന്തുകൊണ്ടാണ്? ഇതുപോലെ എന്താ ഗ്ലാസ് എന്തായിരുന്നു? സിലിക്കേറ്റ് ആണ് അല്ലെ. സിലിക്കോൺ എന്ന് പറയുമ്പോൾ എന്താ? SI2ന്റെ ഒരു ലിങ്ക് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ വേറെ കോമ്പൗണ്ട് ആയി. ഓരോ ലിങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ലെവൽ മാറ്റും. അപ്പൊ കെമിസ്ട്രിയുടെ റിലവൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റിയാക്ഷൻസുകളിൽ പുതിയ പുതിയ ഇന്നോവേഷൻ എടുക്കുമ്പോൾ പുതിയ പുതിയ കോമ്പൗണ്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഓൾട്ടർനേറ്റീവ് ആയിട്ട്. അങ്ങനെ ഏറ്റവും അല്ലെ വെറൈറ്റി ആയിട്ടുള്ള കോമ്പൗണ്ടുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പുതിയ പുതിയ കമ്പനികൾ അല്ലെ. നിങ്ങൾക്കറിയാം, പുതിയ കാറുകൾ വരുന്നുണ്ട്, പുതിയ മൊബൈല്, അതിലൊക്കെ ഉപയോഗിക്കുന്ന ഓരോ സബ്സ്റ്റൻസുകളുടെ പേരുകൾ അവര് എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. ഏതാ? അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ പുതിയത് കിട്ടും. അതാണ് കണ്ടോ, അപ്പൊ അയാള് ചിന്തിച്ചോ അല്ലെ, അത് കിട്ടു, അത് വലുതായിട്ട് കിട്ടി, അയാൾ പേറ്റന്റ് എടുത്ത് വെച്ചു അല്ലെ, അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ പുറത്ത് നോക്കാം, അങ്ങനെ കിട്ടും. അങ്ങനെയാണ് ഇപ്പൊ പേറ്റന്റ് കിട്ടി, റോയൽറ്റി കിട്ടി കഴിഞ്ഞാൽ പിന്നെ വെറുതെ അങ്ങനെ കുറെ ഉണ്ട്, അറിയാലോ. പേറ്റന്റ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇസ്രായേലല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലില്ലേ, മൊബൈലിൽ എന്താ സിം കാർഡ് കണ്ടിട്ടില്ലേ? അതിന് ഇസ്രായേലിന്റെ പൈസ കൊടുക്കുന്നുണ്ട് നിങ്ങൾ. ഈ അടുത്തിടെ ഒരു എന്താണ് യുദ്ധം വന്ന പേര് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്താണ് ഇവരുടെ എല്ലാം ടെക്നോളജി പേറ്റന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? NVDI എന്നൊക്കെ പറയുന്ന ഒരു ചിപ്സ് കേട്ടല്ലേ? എന്തിലാണല്ലേ? പറഞ്ഞു കൊടുക്കുക.
അല്ലെ ലാപ്ടോപ്സുകളിൽ അല്ലെ ഗ്രാഫിക് കാർഡ്സുകൾ. അപ്പൊ അതിന്റെ എല്ലാം ടെക്നോളജിയുടെ ആദ്യത്തെ പ്രൊവൈഡർ അവരതിന്റെ പേറ്റന്റ് എടുത്ത് വെച്ചേക്കുന്നുണ്ട്. അതിൽ എന്ത് അഡ്വാൻസ് വന്നു കഴിയുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? അതിന്റെ റോയൽറ്റി കിട്ടും വരുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സയൻസ് ഇഷ്ടമായിട്ട് ആ ഒരു ഫീൽഡിലേക്കൊക്കെ വരുമ്പോൾ അല്ലെ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ സ്പേസ് ഉണ്ടാവും, നിങ്ങൾക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി ഒക്കെ ആകുമ്പോൾ അറിയണം അറ്റ്ലീസ്റ്റ് നമുക്ക് ചുറ്റിനുള്ള കാര്യങ്ങൾ കേട്ടോ. അല്ലാതെ സയൻസ് സാധനം ഇത് എന്തൊക്കെ പഠിക്കുന്നു കാണാതെ പഠിക്കുന്നു പേടിക്കുന്നു അങ്ങനെയല്ല കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് കഥയിലേക്ക് വരാം. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, പോളിമറൈസേഷൻ കേട്ടോ. അടുത്ത ഹെഡിങ് ആൽക്കൈൻ ആണ് കേട്ടോ, ബിഗ് ഹെഡിങ്. അപ്പൊ നമുക്ക് ആൽക്കീൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ആൽക്കൈൻ. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ട്? ആൽക്കെയിൻ പറയേ, ആൽക്കീൻ, ആൽക്കൈൻ YNE. അത് കഴിഞ്ഞ പിന്നെ എന്തോരും? ബെൻസീൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഒരു മേജർ പോർഷൻ കഴിയുകയാണ് ആൽക്കൈൻ. വലിയ ഹെഡിങ് ആണ് ആൽക്കൈൻ. ആൽക്കൈന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതി വെച്ചേ, എന്തായിരുന്നു? അൺസാച്ചുറേറ്റഡ്, ഫസ്റ്റ് പോയിന്റ് കേട്ടോ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ്, unsaturated hydrocarbon containing at least one triple bonded carbon atom. Unsaturated hydrocarbon contain at least one triple bonded carbon atom. At least one triple bonded carbon atom. Second point, general formula. General formula CN. നമ്മൾ ഇതിനു മുമ്പത്തെ ചാപ്റ്റർ പഠിച്ചതാണ്. പറയേ 2n-2. Then first ആൽക്കൈൻ ഏതായിരിക്കും? C2H2 CH triple bond CH അല്ലേ? Then ഇതില് C triple bond CH. ദെൻ അവിടെ വരെ അല്ലെ, വിവേകിന്റെ അടുത്ത് വരെയാണ് ചോദിച്ചത്. ഇവിടെ പറയണോ കേട്ടോ, പുറത്തു വെക്കാം. ഇതില് എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ട്? ട്രിപ്പിൾ ബോണ്ട് വന്ന് എന്ത് ചെയ്യണം? ആണോ? ഈ ട്രിപ്പിൾ ബോണ്ടില് ട്രിപ്പിൾ ബോണ്ട് മാത്രമാണോ അതേ ചോദിച്ചത്? നേരെ തിരിച്ച്, ഒരു സിഗ്മയും 2 പൈ കേട്ടോ. സിഗ്മ ഒരിക്കലും ഒരെണ്ണം ഉണ്ടാവുള്ളൂ, സിഗ്മ ബോണ്ട്. ഇതെന്തായിരിക്കും? പൈ ബോണ്ട്. പി എന്ന് പറഞ്ഞ ഇതറിയാലോ, പിക്ക് എത്ര ബോക്സ് ഉണ്ടെന്ന് നോക്കിയേ, 3 എണ്ണം. അതില് എക്സ് ആക്സിസിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ, അതാണ് സിഗ്മ ബോണ്ട് വരുന്നത്. എക്സ് ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്. പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? എങ്ങനെ നോക്കിയേ? പാരലൽ. വൈ എന്ന് പറഞ്ഞ പാരലൽ അല്ലേ? പാരലൽ ഓവർലാപ്പിംഗ് എന്ന് വിളിക്കും പൈ ബോണ്ട്. ഓർ എന്താണ് ആക്ച്വലി ഉണ്ടോ, ഓർത്ത് നോക്കാം, പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ്. ഇസെറ്റ് ഇങ്ങനെയല്ലേ ഇരിക്കണേ? അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന എന്ത് വരും? പറയേ, പൈ ബോണ്ട് കേട്ടോ. പെർപെൻഡിക്കുലർ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന എന്ത് വിളിക്കുന്നത്? പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് പൈ ബോണ്ട്. അപ്പൊ ഒരു സിഗ്മ എത്ര പൈ ബോണ്ട്? 2 പൈ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ വരുമ്പോ ഇനി ഓർത്ത് നോക്കാം, ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? എന്തുവാണ് പറയേണ്ടത്? SP. വെരി ഗുഡ് കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് വന്ന SP. ഷേപ്പ് ഓർമ്മയുണ്ടോ? SP-യുടെ ഷേപ്പ് ലീനിയർ. SP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലീനിയർ കേട്ടോ. അപ്പൊ SP ബാക്കിൽ എന്ത് എഴുതണം? ലീനിയർ കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ബാക്കിലുള്ള ആൾ പറഞ്ഞ് എല്ലാ ഹൈബ്രിഡൈസേഷന്റെ ഷേപ്പ് അവിടെ തൊട്ട് തുടങ്ങിക്കോ, പറഞ്ഞോ. അവിടെ തൊട്ട് ഹൈബ്രിഡൈസേഷൻ SP ലീനിയർ, SP2 ഷേപ്പ് എന്തായിരുന്നു? SP3 അടുത്തത് SP3D, SP3D2 ഒക്ടാഹെഡ്രൽ. വെരി ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ വിവേക്. ദെൻ SP ലീനിയർ ആണ്, എത്രയാണ് ബോണ്ട് ആംഗിൾ? 180. ദെൻ SP2 ട്രയാഗണൽ പ്ലാനർ, ബോണ്ട് ആംഗിൾ ആണോ? ശരിക്കും നോക്കൂ, ഒരു ട്രയാങ്കിള് 120. എങ്ങനെയാ ഓർത്ത് നോക്കാം? 360 ഡിവൈഡ് ബൈ 3 എത്രയായിരിക്കും? 120 ട്രയാഗണൽ കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോ ഇത് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞോളൂ, SP ലീനിയർ കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം, ട്രിപ്പിൾ ബോണ്ട് എവിടെ വന്നാലും ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? SP. ഡബിൾ ബോണ്ട് വന്ന SP2, സിംഗിൾ ബോണ്ട് വന്ന SP3. അതാണ് റൂൾ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത എക്സാമ്പിൾ എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഇത് ഫസ്റ്റ് എക്സാമ്പിൾ, ഇത് എഴുതണോട്ടോ, എത്ര എഴുതി. രണ്ടാമത്തെ എക്സാമ്പിൾ എന്തായിരിക്കും? C3H എത്രയായിരിക്കും? പറയേ, H4. അപ്പൊ എങ്ങനെ എഴുതും?
3 1 2 3 കണ്ടോ ഓർത്ത് നോക്കുക. എവിടെ വേണമെങ്കിലും ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാൻ ഞാൻ ഫസ്റ്റിൽ കൊടുത്തു. ദെൻ ഇവിടെ ഒരു എച്ച് കൊടുക്കണം CH. ദെൻ ഇവിടെ എച്ച് വേണ്ട, ഇവിടെ CH3 കേട്ടോ. ഷേപ്പ് ഒന്ന് വരച്ചു നോക്കാം. ഇതിന്റെ പേര് എഴുതണം കേട്ടോ. ഇതിന്റെയൊക്കെ പേര് എന്താ? ഇത്തൈൻ. ഇത്തൈൻ YNE ആണ് കേട്ടോ. നോക്കാം ഇതെന്തായിരിക്കും? പ്രൊപ്പൈൻ. YNE പ്രൊപ്പൈൻ. ദെൻ ഹൈബ്രിഡൈസേഷൻ നോക്കിയേ. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് എന്തായിരിക്കും? SP. ഇവിടെ എന്തായിരിക്കും? ട്രിപ്പിൾ ബോണ്ട് അല്ലേ, അപ്പൊ എന്തായിരിക്കും? SP. കണ്ടോ, ഈ ഏതെങ്കിലും സൈഡിൽ മതി. ഇവിടെ ഇവിടെയോ. ഇനി സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് വന്ന SP3. എടുത്ത് സിംഗിൾ ബോണ്ട് വരുമ്പോ SP3. നെക്സ്റ്റ് ഹെഡിങ് ആണ്. അപ്പൊ എത്ര എഴുതിക്കോ ആദ്യം. നിങ്ങളുടെ സ്കൂളിൽ ചാപ്റ്റർ കഴിയാറായോ? എടുത്തു തുടങ്ങിയിട്ടുള്ളൂ. ആ, ബാക്കി എല്ലാ ചാപ്റ്ററും പെൻഡിങ് വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അവിടെ സ്കൂളിൽ? പെൻഡിങ് ഇല്ലല്ലോ, കണ്ടിന്യൂസ് ഓർഡറിലല്ലേ വന്നിരുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ? അനന്തൂന് അവിടെ ഓർഗാനിക് ആണ്. അവന് ഓർഗാനിക് തന്നെയല്ലേ? ഓർഗാനിക് തന്നെ. ഓക്കെ, അടുത്ത ഹെഡിങ് ചോദിച്ചു കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. YNE. ഫസ്റ്റ് അവിടെ ഹെഡിങ് എഴുതി വെക്കാം. ഫ്രം കാൽസ്യം കാർബൈഡ്. ഫ്രം കാൽസ്യം കാർബൈഡ്. ഫ്രം കാൽസ്യം കാർബൈഡ്. CAREIDE. കാൽസ്യം കാർബൈഡ്. ഫ്രം കാൽസ്യം കാർബൈഡ്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഓൺ ഇൻഡസ്ട്രിയൽ സ്കെയിൽ. ഇൻഡസ്ട്രിയൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കൊമേഴ്ഷ്യലി അല്ലെ, ലാർജ് സ്കെയിലാണ്. ഓൺ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ethine is prepared by. On industrial scale ethine is prepared by. On industrial scale ethine is prepared by treating calcium carbide. Treating calcium carbide with water. On industrial scale ethine is prepared by treating calcium carbide with water. Calcium carbide with water. ഭയങ്കര എളുപ്പമായിട്ടുള്ള ഇക്വേഷൻ ആണ്. ആദ്യം എന്താണ് കാൽസ്യം കാർബൈഡ് നോക്കാം. CaC2നെയാണ് അവര് കാൽസ്യം കാർബൈഡ് ആയിട്ട് പറയുന്നത്. ആ കാൽസ്യം കാർബൈഡിലേക്ക് അവര് വാട്ടർ ആഡ് ചെയ്യാണ്. ആക്ച്വലി കാൽസ്യം, ഇതാണ് കാൽസ്യം കാർബൈഡ് CaCO2. അതിലേക്ക് വാട്ടർ H2O ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യണ സമയത്ത് നമുക്ക് മെയിൻ കോമ്പൗണ്ട് എന്തായിരുന്നു വേണ്ടത്? ഇത്തൈൻ ആണല്ലേ. പുറത്ത് നോക്കാം. അപ്പൊ C2H2 പ്ലസ് CaOH twice. വേഗം OH twice. എന്തോ CaO എന്ന് പറഞ്ഞ കാൽസ്യം ഓക്സൈഡ് ആണ്. അപ്പൊ ഹൈഡ്രജൻ കറക്റ്റ് വരില്ല കേട്ടോ, കാരണം സ്പ്ലിറ്റ് ചെയ്യുന്ന H+ ആണ്, OH- ആയിട്ടാണ് കേട്ടോ. ഓക്കെ ആണോ?
ദെൻ സെക്കൻഡ്, രണ്ട് പ്രിപ്പറേഷൻ ഉള്ളൂ. അടുത്ത ഹെഡിങ് എഴുതി കൊടുക്കാം. ഫ്രം വിസ്നൽ ഡൈഹാലൈഡ്. ഫ്രം വിസ്നൽ ഡൈഹാലൈഡ്. ഫ്രം വിസ്നൽ ഡൈഹാലൈഡ്. ഫ്രം വിസ്നൽ ഡൈഹാലൈഡ്. ഇവിടെ ഇക്വേഷനേ ഉള്ളൂ. വിസ്നൽ ഡൈഹാലൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നേരത്തെ കോമ്പൗണ്ട് തന്നെയാണ്. CH2 സിംഗിൾ ബോണ്ട് CH2, ഇവിടെയും Br. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ച ഒരു ഇക്വേഷന്റെ പാർട്ടാണ്. ആൽക്കഹോളിക് KOH വന്നാൽ എന്ത് റിയാക്ഷൻ ആണ്? ആൽക്കഹോളിക് KOH അങ്ങനെ എന്തായിരുന്നു? ആൽക്കഹോളിക് KOH വരുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്താണ് ആക്ച്വലി. ബീറ്റ വെച്ചാണ് തുടങ്ങിയത്. എന്തായിരുന്നു അത്? ബീറ്റ എലിമിനേഷൻ. എന്തായിരുന്നു ബീറ്റ എലിമിനേഷനിൽ നമ്മൾ ചെയ്തത്? എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റുക അല്ലെ, പുറത്തു വെക്കുക. ബീറ്റ എന്ന് പറയാൻ കാരണം ഈ Br അറ്റാച്ച് ചെയ്യുന്ന കാർബണാറ്റ് ഇത്. ഫസ്റ്റ് കാർബണാറ്റത്തിന് ഗ്രീക്ക് ലെറ്ററിൽ വിളിക്കുന്ന പേരാണ് എന്താ? ആൽഫ. കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഫസ്റ്റ് കാർബണാറ്റം. അപ്പോ സെക്കൻഡ് കാർബണാറ്റം ഏതായിരിക്കും? ഇത് ബീറ്റ ആണോ. അപ്പൊ ഈ Br പോവുകയാണെങ്കിൽ ഈ Br ഈ H നെയും കൊണ്ട് പോവുള്ളൂ. അപ്പൊ എന്ത് വരും? HBr. ഈ Br ആണ് പോകണമെങ്കിൽ ഇതിന്റെ ആൽഫ ഏതാ? ഇതാണ് ഇതിന്റെ ആൽഫ. ബീറ്റ ഏതാ? ഇവിടെ നിന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഈ Br ഇവിടുന്ന് പോയാൽ ഈ H നെയും കൊണ്ട് പോകും. രണ്ടും കൂടി പോകുമ്പോൾ എന്ത് പറ്റും? രണ്ട് സ്ഥലത്ത് പോകും. അതാണ് നടക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. അവര് CH2 ഇവിടെ നോക്കാം. ഈ Br ഇവിടെ ഒരു CH2 ഉണ്ടാവും, ഡബിൾ ബോണ്ട്. ഇവിടെ ഏത് Br-ഉം ഏതൊക്കെയാ പോയത്? ഈ Br-ഉം ഇവിടത്തെ H-ഉം കണ്ടോ. ഈ Br-ഉം ഇവിടത്തെ H-ഉം കൂടി പോയി കണ്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയാണ് ആ കോമ്പൗണ്ട് ഫോം ചെയ്തത്. ബീറ്റ എലിമിനേഷൻ. ആൽക്കഹോളിക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബീറ്റ എലിമിനേഷൻ വരും. ഇനി ഈ Br-ഉം ഈ H-നെയും കൂടി മാറ്റാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ എങ്ങനെ എന്താല്ലേ, അതും ബീറ്റ എലിമിനേഷൻ ആണ്. ആൽക്കഹോളിക് വെച്ചാണ്. അപ്പൊ ചില ഗൈഡുകളിൽ അല്ലെങ്കിൽ ചില ബുക്കുകളിൽ ആൽക്കഹോളിക് വെച്ച് ഇട്ട് കൊടുത്താലും പോകും. പക്ഷെ പെട്ടെന്ന് അങ്ങനെ വരില്ല. അപ്പൊ അവിടെ ഒരു സോഡാമൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇടും. ഏതായിരുന്നേ? സോഡാമൈഡ്. NaNH2. ഈ സോഡാമൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും സ്ട്രോങ് ആണ്. NaNH2 ഇടും. ഈ Br-ഉം ഇവിടെ നിന്ന് പോയിട്ട് CH ട്രിപ്പിൾ ബോണ്ട് CH. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഈ NaNH2 ആണ് കൊടുത്തേക്കുന്നത്. ഈ നിങ്ങൾക്ക് സ്കൂളുകളിലോ അടുത്ത വർഷമോ ഇവിടെയും ആൽക്കഹോളിക് വെച്ചിട്ടാലും ഇത് കിട്ടും. കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെയും ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്താൽ കിട്ടും, അവിടെ നിന്ന് പോകും. കേട്ടോ, ഓർത്ത് നോക്കാം. അടുത്ത വർഷമൊക്കെ അങ്ങനെ റിപ്പീറ്റേഷൻ വരാറുണ്ട്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് റിയേജന്റ്. മനസ്സിലായി? ബെസ്റ്റ് റിയേജന്റ് അതാണ് NaNH2. കേട്ടോ, ഓക്കെ. അപ്പൊ ആ രീതിയിലാണ് വന്നേക്കുന്നത്. NaNH2 ആണ് കൊടുക്കുന്നത്. ഇതിന്റെ പേരൊന്നും എഴുതി സോഡാമൈഡ്. കേട്ടോ, സോഡാമൈഡ് ഇതിന്റെ പേര്. സോഡാമൈഡ്. ബൈ പ്രൊഡക്റ്റ് ഒന്നും എഴുതാൻ പോകണ്ട കേട്ടോ. ഈതൈൻ, സോഡാമൈഡ്. അപ്പൊ ഈതൈൻ കിട്ടും. ഇവിടെ നമ്മൾ ബൈ പ്രൊഡക്റ്റ് ഒന്നും എഴുതുന്നില്ല കേട്ടോ, ശ്രദ്ധിക്കാം. ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുള്ള സ്ഥലത്തൊന്നും ബൈ പ്രൊഡക്റ്റ് എഴുതാതിരിക്കുക. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ക്ലിയർ ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. കേട്ടോ, ക്ലിയർ. അപ്പോൾ ഈ രണ്ട് പ്രിപ്പറേഷൻ ആണ് വരുന്നത്. അപ്പൊ പ്രിപ്പറേഷൻ എവിടെ നിന്നൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു നോക്കി മനസ്സിലായി. ഫ്രം കാൽസ്യം കാർബൈഡ് അല്ലെ, ട്രീറ്റഡ് വിത്ത് എന്തായിരുന്നു? വാട്ടർ. അടുത്ത് എന്തായിരുന്നു? വിസ്നൽ ഡൈഹാലൈഡ്. എന്താ ചെയ്തേ? ആൽക്കഹോളിക് വെച്ചു അല്ലെ. ഓക്കെ. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന നേരത്തെ ഉള്ള കൺസെപ്റ്റിന്റെ തന്നെയാണ്. അതിൽ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ അസിഡിക് ക്യാരക്ടർ ഓഫ് ആൽക്കൈൻ ആണ് അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നത്. അതെന്തായാലും എടുക്കണ്ട. നമുക്ക് ഇത്രയും വരെ പഠിച്ചതൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഇന്ന് തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? തുടങ്ങിയത് അഡീഷൻ ഓഫ് വാട്ടർ. ഡബിൾ ബോണ്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? അങ്ങനെ പഠിക്കണം. ആൽക്കഹോൾ എന്ന് പറഞ്ഞ് ഡബിൾ ബോണ്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആൽക്കഹോൾ. സിമ്പിൾ ഐഡിയ ആണ് ആദ്യം പഠിക്കണം കേട്ടോ. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നോക്കി ഉണ്ടോ, ഒരു പ്രൊപ്പൻ ടൂൾ കിട്ടിയാണോ? പ്രൊപ്പൻ ടൂൾ ഉണ്ടോ? അപ്പൊ എങ്ങനെ പഠിക്കണത്? ഡബിൾ ബോണ്ട് ട്രീറ്റഡ് വിത്ത് വാട്ടർ ടു ഫോം ആൽക്കഹോൾ ഉണ്ടോ. അടുത്ത എങ്ങനെയാ പഠിച്ചത്? രണ്ടാമത് നമുക്ക് ഓർഡറിൽ പറയാൻ പറ്റണം. അത് കണ്ടു വേഗം മുഴുവൻ പറയാൻ നോക്ക്, കുറച്ചായിട്ട് പറഞ്ഞാൽ മതി. ഉണ്ടോ? ഓക്കെ. സെക്കൻഡ് എന്തായിരുന്നു? സെക്കൻഡ് ഓസോണലൈസിസ് അല്ലെ. ഓർത്തോ ഓസോണലൈസിസിൽ എന്താ ചെയ്തേ? ആൽക്കീൻ ട്രീറ്റഡ് വിത്ത് ഓസോൺ. ഓസോണിന്റെ ഒപ്പം എന്തായിരുന്നു? അല്ലെ, എന്തൊക്കെ കിട്ടും? ആൽഡിഹൈഡ് അല്ലെങ്കിൽ എന്തായിരിക്കും? ആൽഡിഹൈഡോ കീറ്റോൺ അല്ലെ. ആൽഡിഹൈഡ് ആവാൻ ചില സമയത്ത് കീറ്റോൺ ആകാം. പിന്നെന്തായിരുന്നു തേർഡ്? പോളിമറൈസേഷൻ. എന്തായിരുന്നു പോളിമറൈസേഷൻ? ആ ഇക്വേഷൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്തായിരിക്കും? സ്മോളർ മോളിക്യൂൾ കമ്പൈൻഡ് ടു ഫോം എ ലാർജർ മോളിക്യൂൾ. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. കൺസെപ്റ്റ് ഇപ്പോഴും ഭയങ്കര സിമ്പിൾ ആയിരിക്കണം. അപ്പൊ ഈ മൂന്നെണ്ണം പറഞ്ഞേ, എന്നിട്ടാണ് അടുത്ത് കൊണ്ടുവന്നെ കേട്ടോ. ഏതൊക്കെയായിരുന്നു? വിവേക് ഒന്ന് പറഞ്ഞേ.
വാട്ടർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും അല്ലെ? ആൽക്കീനിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ ആൽക്കഹോൾ. കേട്ടെ, അടുത്ത് എന്ത് കിട്ടും? ഓസോൺ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കിട്ടും. പിന്നെന്തായിരുന്നു? പോളിമറൈസേഷൻ. ഹെഡിങ് കിട്ടണം. പോളിമറൈസേഷൻ എന്തായിരുന്നു? സ്മോളർ മോളിക്യൂൾ കമ്പൈൻഡ് ടു ഫോം എ ബിഗർ മോളിക്യൂൾ. കേട്ടോ, ഓർത്ത് നോക്കുക. അതാണ് 3. അത് കഴിഞ്ഞ അടുത്ത ഹെഡിങ് എന്തായിരുന്നു? ആൽക്കൈൻ. ആൽക്കൈനില് എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു അല്ലെ? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, പിന്നെ നമ്മൾ നോക്കി അല്ലെ? CnH2n, അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ നോക്കി. അത് കഴിഞ്ഞ 2 ഇക്വേഷൻസ്. അപ്പൊ 5 ഇക്വേഷൻ ഉള്ളൂ. 5 ഇക്വേഷൻസ് ഒരുമിച്ച് അവിടെ വാക്യൂം തുടങ്ങാന്ന് പറഞ്ഞു. അടുത്തെന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ അല്ലെ? ഫ്രം കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ് ട്രീറ്റഡ് വിത്ത് ഡാഷ് എന്തായിരുന്നു? ആരും പറയല്ലേ? വാട്ടർ. വെരി ഗുഡ്. അങ്ങനെ കിട്ടണം. അത്രേ ഉള്ളൂ. കാൽസ്യം കാർബൈഡ് ട്രീറ്റഡ് വിത്ത് വാട്ടർ ടു ഫോം ആൽക്കൈൻ. അടുത്തെന്തായിരുന്നു? 5th. ശരിയാ, പറഞ്ഞോ. വിസ്നൽ ഡൈഹാലൈഡ് അണ്ടർഗോ ബീറ്റ എലിമിനേഷൻ, അല്ലെങ്കിൽ വിസ്നൽ ഡൈഹാലൈഡ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് KOH ടു ഫോം ഇന്റർമീഡിയറ്റ്, then further treated with the soda amide to form ethyne. 5 ഇക്വേഷൻസ് കേട്ടോ. പറഞ്ഞു കേൾപ്പിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ. ഓർത്തോക. വേഗം തുടങ്ങി, വേഗം പഠിച്ചു. ആകെ 5 ഇക്വേഷൻ ഉള്ളൂ. എഴുതണം എന്ന് കണ്ടോ? അതെ, ആനന്ദ് പറയണ എഴുതണം കേട്ടോ. 5 ഇക്വേഷൻ എഴുതണം കേട്ടോ. അത് കഴിഞ്ഞിട്ടേ വിടുള്ളൂ. ആകെ 5 ഇക്വേഷൻ എടുത്തുള്ളൂ എന്ന് അല്ലേ? കുറെ സമയം നമ്മുടെ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചെടുക്കുന്ന പിള്ളേരും കുറവാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്സിഡേഷൻ വിട്ടു. ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടാം? ഓക്സിഡേഷൻ കേട്ടോ. ഓക്സിഡേഷൻ കൂടി ഉണ്ട് അതിന്റെ